NSSുമായി ഒരുമിക്കണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോട് യോജിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കും. നിലവിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ജി സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് SNDP-യുമായിട്ട് ഇപ്പൊ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. അദ്ദേഹം നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. അത് വേണ്ടതാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കും, ഒരു സംശയവുമില്ല. അതിനകത്ത് യാതൊരു പരിധിയില്ല. അതിനൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ, അദ്ദേഹം സംസാരിച്ചിട്ടില്ല നമ്മളോട്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, SNDP യോഗം ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുന്നു. അതിനോട് സമരസപ്പെടുന്ന നിലപാടാണോ NSSനും? തീർച്ചയായിട്ടും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പൂർണ്ണമായിട്ടും വെള്ളാപ്പള്ളി നടേശന് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ചും VD സതീശൻ അടക്കമുള്ളവർ വിമർശിക്കുന്നതിനെ അത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് കൂടി സുകുമാരൻ നായർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെ വിമർശിക്കേണ്ട ഒരാളല്ല, ഒരു പ്രമുഖ സമുദായത്തിന്റെ മേൽത്തട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായരും എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ നസ്രാണി മുതൽ അതുപോലെ തന്നെ നായാടി വരെയുള്ള ആളുകൾ ഒന്നിക്കണമെന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു പ്രതികരണത്തോടും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സുകുമാരൻ നായർ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ SNDP-യുമായി ഒന്നിക്കാം. അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ ഇപ്പോൾ നടന്നിട്ടില്ല. മുൻപ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല എന്നുള്ള നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്നു സുകുമാരൻ നായർ. അതായത് വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സുകുമാരൻ നായരെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പണ്ട് രാഷ്ട്രീയ അവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചതും അതിനുശേഷം പിരിഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്, ചരിത്രത്തിലുണ്ട്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരേ നിലപാടിലേക്ക് ഈ രണ്ട് നേതാക്കളും വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉന്മേഷ്. ടോബി ജോൺസൺ, കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.